കാരണം ഇവൻ വന്നത് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണക്കാരനല്ലല്ലോ, ഇവൻ ഇങ്ങനെ ഒരു ക്രിമിനൽ അല്ലേ. അവൻ എന്തൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല പേടിയുണ്ട് എനിക്ക്. പെരിന്തൽമണ്ണക്കാര് മാത്രമല്ല, കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകം, ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ഏലംകുളം, പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളം മുതുകുരിശ്ശിയിൽ ദൃശ്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി വളരെ, അതായത് സമൂഹ മനസ്സാക്ഷിക്ക് ഒരു ഞെട്ടലായിരുന്നു ആ സംഭവം. അപ്പോൾ അതിനുശേഷം പ്രതിയെ പോലീസ് പിടികൂടി മാനസിക ചികിത്സ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കോഴിക്കോട് കുതിരവട്ടത്ത് ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ചാടിപ്പോയി. ഒരുപക്ഷെ അതിനുശേഷം ഈ പെരിന്തൽമണ്ണയിൽ ആ ഷോപ്പിൽ, ഈ ഷോപ്പൊക്കെ അന്ന് പ്രതി കത്തിച്ചതാണ്. ആ ഷോപ്പ് വീണ്ടും തുറന്ന് ആ ചേട്ടൻ ഒക്കെ മരണത്തിലേക്ക് കീഴടങ്ങി. കുടുംബം തന്നെ ഞെട്ടലിലാണ്. ദിവചേച്ചി, അതൊക്കെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. പെരിന്തൽമണ്ണക്കാരൊന്നും മറന്നിട്ടില്ല. ആ പ്രതി ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രതിക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും വലിയ ഭയത്തിലായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ഭയത്തിൽ തന്നെയാണ്. കാരണം അവൻ ഇത്രയും വലിയൊരു ക്രിമിനൽ അല്ലേ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താവും, അവൻ ഏത് ഭാഗത്തിൽ കൂടി വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, എന്നാലും നല്ല പേടി തന്നെയാണ്. അവനെ പിടികിട്ടുന്നവരെ നമുക്ക് സമാധാനമില്ല. ഉണ്ടാവില്ല. ഈ സംഭവം ഇപ്പൊ ഇന്നലെ രാത്രിയിലാണ് ജയിൽ ചാടിയിട്ടുള്ളത്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു? തീർച്ചയായിട്ടും അവര് വന്നു, വീട്ടിൽ വന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പോലീസ് കവലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്നിരുന്നു. ഇപ്പൊ ഞാൻ കടയ്ക്ക് വരുമ്പോഴും അവര് പോലീസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ പെരിന്തൽമണ്ണ പോലീസിനെ വിളിച്ച് അവര് വന്നിരുന്നു. അവര് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. സംരക്ഷണം തരുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് നല്ല ആശങ്കയുണ്ട്. ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ ചാടി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ അയാള് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആവുമ്പോ അതൊരു, നമ്മളെ നിയമത്തിന് എന്ത് വിശ്വസിച്ചിട്ടാ നമ്മളെ പോലെ സാധാരണക്കാരിയ്ക്കുക? ഒരാള് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ജയിലിലായി കഴിയുമ്പോഴാണ് പുറത്തുള്ളവർക്ക് ഒരു സമാധാനം കിട്ടുക. പ്രത്യേകിച്ച് ഇവനെ പോലൊക്കെ ഉള്ള ആൾക്കാര്. സാധാരണ ഒരു കുറ്റമല്ല അവൻ ചെയ്തിട്ടുള്ളത്. എല്ലാ രീതിയിലും ഞങ്ങളെ തകർത്തവനാ. എന്നിട്ട് പാവം പിന്നെയും സുഖമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങി വരിക. പിന്നെ ഈ ജയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വിശ്വാസം അതിലുണ്ടാവുക? സാധാരണക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവര് ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവൻ അവിടെ അത്രയും ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളതല്ലേ. പക്ഷെ അവങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്, പേടി കൂടുകയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കേണ്ട ഗതികേട്. അവരെ പേടിച്ച് ജീവിക്കുക, അവരെവിടെ വരിക, എന്തിനെ വരിക, എന്താ വെച്ചാൽ ഇങ്ങനെ ആശങ്കപ്പെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്റെ കാര്യം പോട്ടെ, എന്റെ കുട്ടിയുടെ കാര്യം എന്താ? 18 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവനെ എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ വീടിൻ്റെ ഉള്ളിൽ എത്തുക? കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, വിടണ്ടേ? ഇപ്പൊ വെക്കേഷനാണ്, 2 ദിവസം കഴിഞ്ഞ വെക്കേഷൻ തീരും. കുട്ടിയെ കോളേജിലേക്ക് വിടണ്ടേ? എങ്ങനെ ഞാൻ വിടുക? എന്ത് വിശ്വസിച്ച് വിടും? കാരണം അവനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ആൾക്കാരും ഈ നാട്ടിൽ തന്നെയാണ്. അവർക്ക് ഞങ്ങളെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാം. അത് അവനും അറിയണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവന് ഇപ്പൊ ഈ മാനസിക രോഗം, അപ്പൊ അവന് നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവന്റേത് അഭിനയമാണെന്നാണോ ചേച്ചി പറയുന്നത്? തീർച്ചയായിട്ടും അത് അഭിനയം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അവന് അവരുടെ അസുഖമില്ല. അവന് രക്ഷപ്പെടാനുള്ള മാർഗം അവന് നന്നായിട്ട് അറിയാം. ജയിലിലാണെങ്കിൽ ഇത്രയും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഇവിടെ അവൻ അത്ര ബുദ്ധിമുട്ടുണ്ട്, ഈസിയായിട്ട് ചാടാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം അവിടെ തന്നെ ചാടുന്നത്, അല്ലെങ്കിൽ ചാടില്ലല്ലോ. അപ്പൊ അവന് അവിടെ നിന്ന് ചാടാൻ വേണ്ടിയുള്ള എല്ലാ വിക്രങ്ങളും, അവന് ഒരു കുഴപ്പമില്ല. അവന് നല്ല ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയോട് കൂടി, നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് അവൻ കാര്യങ്ങൾ നിൽക്കുന്നത്. പോലീസ് നല്ല അന്വേഷണത്തിലാണ്. എല്ലായിടത്തും CCTV കേന്ദ്രീകരിച്ചൊക്കെ എല്ലായിടത്തും അന്വേഷണത്തിലാണ്. കാരണം ഇതൊരു വിവാദമായ ഒരു മർഡർ കേസാണല്ലോ. ചേച്ചിയുടെ നാട്ടുകാരും അവരൊക്കെ എന്താ പറയുന്നത്? ഇങ്ങനൊരു അവൻ ജയിലിൽ ചാടി കിടന്നിട്ട് എല്ലാവരും ആശങ്കയിൽ, എല്ലാവരും വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വിളിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രി മെമ്പറൊക്കെ വിളിച്ചിരുന്നു എന്നാ പറഞ്ഞത്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോ കുറച്ച്, ഭർത്താവ് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മോളെ ഒറ്റയ്ക്കായപ്പോ ഞാൻ എന്റെ വീട്ടിൽ തൽക്കാലം നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇന്നലെ രാത്രി ഇപ്പോ ഭർത്താവിന്റെ അനിയന്മാരെയൊക്കെ വിളിക്കും, മെമ്പറൊക്കെ വിളിക്കും, അന്വേഷിക്കും, കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ എല്ലാവരും ആശങ്ക തന്നെയാണ്. കാരണം ഇവൻ വന്നത് എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണക്കാരനല്ലല്ലോ, ഇവൻ ഇങ്ങനെ ഒരു ക്രിമിനൽ അല്ലേ. അവൻ എന്തൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല പേടിയുണ്ട് എനിക്ക്. അവന് ഇതിന് ശേഷം ഇത് വന്ന് കത്തിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, കത്തിച്ച് അത് അതിനുശേഷം വ്യാപാരികളാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പെട്ടെന്ന് തന്നെ തുറക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നായിരുന്നെങ്കിലും ആ ആഘാതത്തിൽ നിന്നും നിങ്ങളുടെ ഭർത്താവ് മോചിതനായില്ല, മരണം വരെ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും. അത് എന്താ വെച്ചാല് അവര് അധ്വാനം എന്ന് വെച്ചാൽ അവര് 10-20 കൊല്ലത്തെ അധ്വാനം, മകള്, എല്ലാം, ഞങ്ങളെ കുടുംബം തന്നെ ആകെ ചിതറിപ്പോയില്ലേ. പിന്നെ ആ കുടുംബം അങ്ങനെ ആവില്ല. ഒരു കുടുംബത്തിലെ കാര്യമായിട്ടുള്ളത് എല്ലാം കൊണ്ടും അവൻ തകർത്തു. സാധാരണ ഇങ്ങനത്തെ കേസിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഓപ്പോസിറ്റുള്ള ആളെയാണ് ഉപദ്രവിക്കാറുള്ളൂ. ഇതങ്ങനെയല്ല. അവൻ ആദ്യം ഞങ്ങളെ സാമ്പത്തികമായിട്ട് അടിത്തറ അത് മുഴുവൻ അവൻ കത്തിച്ച് നശിപ്പിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് വന്നു. മോളെ, 2ാമത്തെ മോളെ
എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ആ കുട്ടീനെ, അങ്ങനെ കിട്ടിയത്. അപ്പോൾ അവൻ എന്ത് സാധാരണ ഒരു ക്രിമിനൽ അല്ല, ഒരു ദേഷ്യത്തിനെടുത്ത് ചാടി ചെയ്തതല്ല, നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതാ. ഇവിടെ ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കടയിലിരിക്കുന്നു, എല്ലാവരും ഇവിടെ ഒരു ശ്രദ്ധയുണ്ട്. ഇപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ട് വ്യാപാരികളായാലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, പോലീസിന്റെയും ഒരു നിരീക്ഷണമുണ്ട്. പക്ഷെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ, രാത്രി ആയി കഴിയുമ്പോഴേ കുറച്ചുകൂടി വൈകിയാണല്ലോ കച്ചവടമൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഭയം, അതായത് ഒരുപക്ഷെ അവനോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ പോലീസിന്റെ അടുത്ത് അക്കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും പറഞ്ഞു. അവര് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് പോകുമ്പോ അവര് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളില് കുറച്ച് നേരത്തെ പോകേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ അനുജുണ്ട്, ഭർത്താവിന്റെ അനിയുണ്ട്, കാര്യങ്ങളൊക്കെ അവര് നോക്കുന്നുണ്ട്. ദീപ ചേച്ചി പറയുന്നത് പേടിയുണ്ട്, അത് സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവുന്നതാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ, നമ്മുടെ പെരിന്തൽമണ്ണയെ അല്ല കേരളത്തിൽ തന്നെ നെട്ടിച്ച ഒരു സംഭവമായിരുന്നു അന്ന് ഒരു ആ പ്രതി, അവന്റെ പേര് വിനീഷ് അല്ലേ, വിനീഷ് ചെയ്ത ക്രൂരത ഒരുപക്ഷെ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും നമ്മൾ ഓരോ മനുഷ്യ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കൊലപാതകമായിരുന്നു. LLBക്ക് പഠിച്ചിരുന്നു, 2ാം വർഷമായിരുന്നു അല്ലേ ദൃശ്യയെ പ്രണയപ്പക, ഒരാളോട് പ്രണയം തോന്നുക, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി കൊല്ലുക, അതുപോലെ അവരുടെ സ്ഥാപനം കത്തിച്ചു കളയുക, അതൊക്കെ കേരളത്തിൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ പ്രതിയെ പിടിക്കാൻ, പ്രതി ജയിലിൽ ചാടിയ, അതായത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് അവന് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന തരത്തിൽ അവനെ അവിടെ എത്തിച്ചതാണ്, അവിടെ നിന്നാണ് ചാടിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ശക്തമായി എല്ലായിടങ്ങളിലും നിരീക്ഷണത്തിലാണ്, CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് ഒക്കെ പരിശോധന നടന്നു വരുന്നുണ്ടെങ്കിലും ദീപചേച്ചിക്ക് നല്ല പേടിയുണ്ട്. അതായത് മകള് മരിച്ചു, പിന്നെ ഭർത്താവ് മരിച്ചു, 2 മാസമായിട്ടുള്ള ഭർത്താവ് വിട പറഞ്ഞു, ആ ആഘാതത്തിൽ നിന്ന് മോചിതനായില്ല, അദ്ദേഹം വിട പറഞ്ഞു. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതെല്ലാം കൊണ്ടുപോകണം, സ്റ്റാഫുകളുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു നിരീക്ഷണം ഉണ്ട് ഇവിടെ, എങ്കിൽ പോലും ആശങ്കയുണ്ട്, നല്ല ഭയമുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ വിനീഷിനെ പിടികൂടുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പോലീസ് കാര്യക്ഷമമായ അന്വേഷണം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഗവൺമെന്റിൽ വിശ്വസിക്കില്ലാതെ വേറെ വഴി, സാധാരണക്കാർക്ക് നമുക്ക് ആകെയുള്ള ആശ്രയം ഗവൺമെന്റ് അല്ലേ. അപ്പൊ അവര് നന്നായിട്ട് ചെയ്യും. പിന്നെ ഈ കേസ് ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെയും തീർക്കാനുള്ള ഒരു സംവിധാനം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ കാര്യത്തിൽ വിചാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർത്ത് അവന് ഉചിതമായ ശിക്ഷ, അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയും കൂടി ദീപചേച്ചി നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് പ്രതി പിടിയിലാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കണം അങ്ങനെ. കാരണം ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത ഒരാള് പുറത്താണെങ്കിൽ അതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്നത് ഒട്ടും നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകും. അത് പിടികൂടുമെന്ന പ്രതീക്ഷ ഈ നാട്ടിലെല്ലാവർക്കും ഉണ്ടെന്ന് കൂടി പറയുകയാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണവില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.